എഫ് കൊടുക്കുക. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ടുഡേ we are going to start our 5th unit. Are you ready? Do you love stories? Okay, today we are going to tell a story about elephant. Okay, do you love elephants? Do you know elephant? എലിഫൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടുകാർക്ക് അറിയാമല്ലേ ഇപ്പോൾ? എലിഫൻ്റ് എന്ന് പറഞ്ഞാൽ ആനയാണല്ലേ. സോ ബിഫോർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ സ്റ്റോറി we are going to talk about elephant. Okay, are you ready? Okay, so we are going to talk about elephant first. There are two types of elephant found in the world. Okay, Asian elephant and African elephant. Okay, and you know elephants are the largest living land animal. Okay, ഇപ്പോൾ കൂട്ടുകാർ എന്താ പറഞ്ഞിരിക്കുന്നത്? ആനയെക്കുറിച്ചാണല്ലേ നമ്മുടെ സ്റ്റോറി. അപ്പോൾ സ്റ്റോറി പറയുന്നതിന് മുമ്പ് നമുക്ക് ആനയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. There are 2 species of elephant found in the world. 2 ടൈപ്പ് എലിഫൻ്റാണ് ലോകത്തുള്ളത്. ഒരാൾ ഏഷ്യൻ എലിഫൻ്റ് എന്ന വിഭാഗത്തിൽ പെടുന്നു, മറ്റേതോ ആഫ്രിക്കൻ എലിഫൻ്റ്. അതുപോലെ എലിഫൻറ്റ്സ് ആർ ദ ലാർജസ്റ്റ് ലിവിങ് ലാൻഡ് ആനിമൽ. അല്ലേ, കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആര്? ആന അല്ലേ. ഓക്കെ, when fully grown, African elephant range in size from 8 to 13 feet. 8 മുതൽ 13 അടി വരെ അവർ ഉയരം വയ്ക്കും ആഫ്രിക്കൻ എലിഫൻറ്റ്സ്. ഓക്കെ, അതുപോലെ ഏഷ്യൻ എലിഫൻറ്റ്സ് 7 to 10 feet വരെയും ഹൈറ്റ് വയ്ക്കാറുണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെ അറിയാം കൂട്ടുകാർക്ക് എലിഫൻറ്റിനെ കുറിച്ച്? Elephants spend 16 hours per day eating. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഒരു ദിവസത്തിൽ എത്ര അവേഴ്സാണ് കൂട്ടുകാരെ ഉള്ളത്? 24 hours ഉണ്ടല്ലേ. അതിൽ എലിഫൻറ്റ്സ് 16 മണിക്കൂറും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അവർ വലിയ ആനിമലാണല്ലേ. ഓക്കെ, സോ അവർ 16 hours ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും ഒരു ദിവസത്തിൽ. ഓക്കെ, അവരെന്തൊക്കെയാണ് കഴിക്കുക? ഗ്രാസ്, ബുഷസ്, ഫ്രൂട്ട്സ് അല്ലേ. എലിഫൻറ്റ്സ് വെജിറ്റേറിയൻസ് ആണല്ലേ. അതുപോലെ സം ഓഫ് ആൻ എലിഫൻറ്റ്സ് ഫേവറേറ്റ് ഫുഡ്സ് ആർ ബാംബൂ, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ഗ്രാസസ്, ലീവ്സ്, ടിക്സ്, സ്വീറ്റ്സ് ആൻഡ് ഹെർബ്സ്. ഇതൊക്കെയാണ് എന്ത് എലിഫൻറ്റിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അല്ലേ. അവർ മീറ്റൊന്നും കഴിക്കില്ല അല്ലേ. അതായത് അവർ മുള, പൂക്കൾ, പഴങ്ങൾ, പുല്ലുകൾ, ഇലകൾ, അതുപോലെ ചില്ലകൾ, വിത്തുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എലിഫൻറ്റ്സ് കഴിക്കുക. അതുപോലെ എലിഫൻറ്റ്സ് ട്രാവൽ ഇൻ എ ഹേർഡ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആനകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാട്ടിൽ നടക്കുന്ന ആനകളുടെ ചിത്രങ്ങൾ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? അവരെപ്പോഴും കൂട്ടമായിട്ടാണ് നടക്കുക അല്ലേ. ആനകൾ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും അല്ലേ. ആനകൾ എപ്പോഴും കൂട്ടമായിട്ടാണ് നടക്കുക. അപ്പോൾ പെണ്ണാനകളെല്ലാം ഒരു കൂട്ടമായിട്ടാണ് നടക്കുക. ആണാനകൾ ഒറ്റയ്ക്കാണ് നടക്കുകയെങ്കിലും കൂടിയിട്ട് അവരൊരു 15 വയസ്സ് വരെ പെണ്ണാനകളുടെ കൂടെയാണ് നടക്കുക. ഓക്കെ, അവരെപ്പോഴും ഫാമിലിയായിട്ട് ഒരുമിച്ച് മനുഷ്യന്മാരെ പോലെ തന്നെയാണ് ജീവിക്കാറുള്ളത്. അതുപോലെ എലിഫൻറ്റ്സ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ഓവർ ഫാർ ഡിസ്റ്റൻസ്. അവർക്ക് ഒത്തിരി ദൂരത്തായാലും സംസാരിക്കാൻ പറ്റും അല്ലേ. അവർ
അവർ ഒച്ച ഉണ്ടാക്കുന്നത് കേട്ടിട്ടില്ലേ കൂട്ടുകാർ? ചിഹ്നം വിളിക്കുക എന്ന് പറയും അല്ലേ? എലിഫൻസ് കമ്മ്യൂണിക്കേറ്റ് ടു ഈച്ച് അതർ യൂസിങ് വെറൈറ്റി ഓഫ് സൗണ്ട്സ്. അവർ പല ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അവരുടെ പറയാനുള്ള കാര്യങ്ങൾ പറയുക. അതുപോലെ എലിഫൻസ് ക്യാൻ ലീവ് ടു ബി 70 years ഓൾഡ്. ഏകദേശം 70 വയസ്സോളം ആനകൾക്ക് ആയുസ്സുണ്ടെന്ന് പറയും അല്ലേ? അപ്പോൾ ആനകൾ അതുപോലെ ബേബിയെ ക്യാരി ചെയ്യുന്നത് തന്നെ 2 വർഷത്തോളമാണ്. എലിഫൻസ് ക്യാൻ യൂസ് ദെയർ ട്രങ്ക്സ് ടു ബ്രീത്ത് അണ്ടർ വാട്ടർ. ട്രങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ തുമ്പിക്കൈയാണല്ലേ. അത് വെള്ളത്തിൻ്റെ അടിയിലാവുമ്പോഴും ശ്വസിക്കാൻ വേണ്ടിയിട്ട് അവരുടെ തുമ്പിക്കൈയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ആനകൾക്ക് നല്ല ഓർമ്മശക്തിയുള്ള മൃഗമാണ് ആന. അപ്പോൾ എലിഫൻസ് ആർ എൻ ഇമ്പോർട്ടൻറ്റ് ക്രിയേച്ചർ ആൻഡ് ദേ നീഡ് അവർ ഹെൽപ്പ് ടു thrive around the world. ഓക്കെ, അപ്പം നമ്മുടെ ആനകളെയൊന്നും ഉപദ്രവിക്കാനൊന്നും പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ പ്രപഞ്ചത്തിലെ വലിയൊരു സൃഷ്ടിയാണല്ലേ ആന. അപ്പോൾ കൂട്ടുകാർ, ആനയുടെ കഥ കേൾക്കുന്നതിന് മുമ്പ് ആനയുടെ ശരീരഭാഗങ്ങളൊക്കെ എന്തെല്ലാമാണെന്ന് നോക്കിയാലോ? ആർ യു റെഡി? ഓക്കെ, അപ്പം നമുക്ക് ആനയുടെ ബോഡി പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആനയുടെ ബോഡി പാർട്സ് ഏതൊക്കെയാണ്? നോക്കൂ, ആനയുടെ ഇയേഴ്സ് കണ്ടോ? വലിയ ചെവിയാണല്ലേ. തല കണ്ടു അല്ലേ, ഹെഡ്. പിന്നെ ഐസ് ഉണ്ട്, ഐ കണ്ടോ. പിന്നെയോ ടസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമ്പുകളാണല്ലേ. അതുപോലെ ലെഗ്സ് ഉണ്ട്, കാലുകൾ. പിന്നെ ട്രങ്ക് കണ്ടോ, ട്രങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? തുമ്പിക്കൈ അല്ലേ. പിന്നെ ബോഡിയുണ്ട്, അതുപോലെ ടെയിലുണ്ട്. ഇത്രയാണ് ആനയുടെ മെയിനായിട്ടുള്ള ബോഡി പാർട്സ്. ഓക്കെ, ഇനി എന്താണ് കൂട്ടുകാർക്ക് ആനയെക്കുറിച്ച് പറയാനുള്ളത്? നമുക്ക് ആനയെക്കുറിച്ച് ആന പറയുന്നത് പോലെ ഒന്ന് എഴുതി നോക്കിയാലോ? അപ്പം നമുക്ക് എലിഫൻറ്റിനെ കുറിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കിയാലോ? ആൻ എലിഫൻറ്റ് ഈസ് എ ഡാഷ് ആനിമൽ. ഏതാണ്? ബിഗ് അല്ലേ. an elephant is a big animal എന്നെഴുതാം അല്ലേ. പിന്നെയോ ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ആനിമൽ എന്നെഴുതാം അല്ലേ. പിന്നെയോ എലിഫൻറ്റ് ലീവ്സ് ഇൻ ഫോറസ്റ്റ് അല്ലേ, കാട്ടിലാണ് ജീവിക്കുന്നത് എന്നെഴുതാം. പിന്നെയോ ഇറ്റ് ഹാസ് 4 legs ആൻഡ് എ ലോങ് ട്രങ്ക് എന്നെഴുതാം അല്ലേ. പിന്നെയോ അതിന് 4 കാലുകളും അതുപോലെ ഒരു തുമ്പിക്കൈയുണ്ട് എന്നെഴുതാം അല്ലേ. പിന്നെന്തെഴുതാം? ഇറ്റ് ഹാസ് 2 big ears ആൻഡ് എ ടെയിൽ എന്നെഴുതാം അല്ലേ. 2 വലിയ ചെവികളും വാലുമുണ്ട് എന്നെഴുതാം അല്ലേ. പിന്നെ എന്തൊക്കെ എഴുതാം? ഇറ്റ് ഹാസ് 2 ടസ്ക് എന്നെഴുതാം അല്ലേ. 2 കൊമ്പുകളുണ്ടായിരിക്കും എന്നും എഴുതാം അല്ലേ. ഇനി കൂട്ടുകാർക്ക് പുതിയ വാക്യങ്ങൾ ഇതിനടിയിൽ എഴുതി ചേർക്കാം. കൂട്ടുകാരതൊന്ന് പരിശ്രമിച്ച് നോക്കണം അല്ലേ. എലിഫൻറ്റിൻ്റെ കഥ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എലിഫൻറ്റിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ. അപ്പോൾ എന്തൊക്കെയാണ് സെൻറ്റൻസ് ഒന്നുകൂടെ വായിക്കൂ. ആൻ എലിഫൻറ്റ് ഈസ് എ ബിഗ് ആനിമൽ. ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ആനിമൽ. എലിഫൻറ്റ് ലിവ്സ് ഇൻ ഫോറസ്റ്റ്. പിന്നെയോ എലിഫൻറ്റ് ഹാസ് 4 legs ആൻഡ് എ ലോങ് ട്രങ്ക്. പിന്നെയോ എലിഫൻറ്റ് ഹാസ് 2 big ears ആൻഡ് എ ടെയിൽ. പിന്നെയോ ഇറ്റ് ഹാസ് 2 ടസ്ക്. അങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ കൂട്ടുകാർ ഇനി എലിഫൻറ്റിനെ നോക്കിയിട്ട് എന്തൊക്കെ അറിയാമോ, അതുപോലെ എലിഫൻ്റ് എന്താ കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എലിഫൻറ്റിനെ പറ്റിയിട്ട്? ഇനി ഇവിടെ കൂട്ടുകാർ കണ്ടോ ചിത്രത്തിൽ? സർക്കിൾ ദ വേർഡ് ദാറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് എലിഫൻറ്റ്സ്. നോക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് എലിഫൻറ്റിനെ പറ്റിയിട്ട് സെൻറ്റൻസുകൾ എഴുതി നോക്കിയാലോ?
നോക്കൂ, ഇവിടെ സർക്കിൾ ദ വേർഡ് ദാറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് എലിഫൻ്റ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയാമോ? നമുക്കൊന്ന് വായിച്ച് നോക്കാം അല്ലേ. വേർഡ് ബിഗ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. ബിഗ് എന്ന് പറഞ്ഞാൽ എന്താ? വലുത്. സ്മോൾ എന്ന് പറഞ്ഞാലോ? ചെറുത്. അപ്പം ബിഗും സ്മോളും തന്നിട്ടുണ്ട്. പിന്നെയോ വീക്ക് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ദുർബലം എന്ന് പറയും അല്ലേ, ശക്തിയില്ലാത്ത എന്ന് തന്നിട്ടുണ്ട്. ഷോർട്ട് എന്ന് തന്നിട്ടുണ്ട്, ടോളും തന്നിട്ടുണ്ട് അല്ലേ. എന്താ അതിൻ്റെ അർത്ഥം? ഉയരം കൂടിയതും കുറഞ്ഞതും. പിന്നെ വീക്ക് വീണ്ടും തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ ലൈറ്റ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അധികം ഇളം ശരീരം തോടു കൂടിയിട്ടുണ്ട് അല്ലേ. ആനയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണല്ലേ അതിൻ്റെ അർത്ഥം. പിന്നെയോ ഹെവി എന്ന് പറഞ്ഞാലോ? നല്ല ഭാരം കൂടിയ ശരീരത്തോടു കൂടിയിട്ടുണ്ട്. പിന്നെയോ പിന്നെ മാസീവ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. വമ്പനാണെന്ന് അർത്ഥം വരുന്നത് അല്ലേ. അപ്പം അതുപോലെ പിന്നെ ഹെവി എന്ന് കൊടുത്തിട്ടുണ്ട്. ലാർജ് എന്ന് പറഞ്ഞാൽ എന്താ? വലുത് അല്ലേ. ഇതിൽ ആനയ്ക്ക് ചേർന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ആന ബിഗ് ആണല്ലേ. ബിഗ് എന്ന് നമുക്ക് സർക്കിൾ ചെയ്യാം. പിന്നെയോ ആന വീക്കല്ല അല്ലേ. പിന്നെയോ സ്മോളും അല്ല ഷോർട്ടും അല്ല. പിന്നെ ലൈറ്റ് വെയ്റ്റും അല്ല. ടോളാണോ? ലാർജ് ആണല്ലേ, വലുത്. ലാർജസ്റ്റ് ആനിമൽ ഇൻ ദ ലാൻഡ് എന്നാണ് അല്ലേ നമ്മൾ പറയാറ്. ഇപ്പം ബിഗ് പറ്റും, പിന്നെയോ ലാർജ് പറ്റും, പിന്നെയോ ഹെവി പറ്റും, മാസീവ് പറ്റും. ഇതൊക്കെ ആനയ്ക്ക് മേച്ചായ വാക്കുകളാണ്. അപ്പം നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കിയാലോ. ഇവിടെ കൊടുത്തത് കണ്ടോ. Write some sentences about elephant. Elephants are big. Elephants are large. Okay? പിന്നെയോ ഇനി ഇവിടെ look at the picture of the elephant to help you write more things about elephants. You could write about their trunks, skin, ears or even their big feet. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നമ്മൾ മുകളിൽ കൊടുത്ത വാക്കുകൾ ഉപയോഗിച്ച് സെൻറ്റൻസ് എഴുതി അല്ലേ. എലിഫൻറ്റ്സ് ആർ ബിഗ് എന്ന് പറയാം, വലുതാണെന്ന് പറയാം. എലിഫൻറ്റ്സ് ആർ ഹെവി എന്ന് പറയാം. പിന്നെയോ എലിഫൻറ്റ്സ് ആർ മാസീവ് എന്ന് പറയാം അല്ലേ. ഓക്കെ, ഇനി ഇവിടെ കണ്ടോ താഴെ ആനയുടെ പിക്ചർ നമുക്കറിയാം അല്ലേ. ബോഡി പാർട്സ് നമ്മൾ നോക്കി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കണം. എന്തൊക്കെയാണ്? എലിഫൻറ്റ്സ് ഹാവ് ആണ്. ഹാവ് എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണല്ലേ. അപ്പം എലിഫൻറ്റ്സ് ഹാവ് ലോങ് ട്രങ്ക് അങ്ങനെ എഴുതാം അല്ലേ. പിന്നെയോ എലിഫൻറ്റ്സ് ഹാവ് ബിഗ് ഇയേഴ്സ്. എലിഫൻറ്റ്സ് ഹാവ് ലോങ് ട്രങ്ക് എന്നെഴുതാം അല്ലേ. വലിയ തുമ്പിക്കൈയുണ്ട്. പിന്നെയോ എലിഫൻറ്റ്സ് ഹാവ് ബിഗ് ഇയേഴ്സ് അങ്ങനെ എഴുതാം അല്ലേ. പിന്നെയോ എലിഫൻറ്റ്സ് ഹാവ് ബിഗ് ഫീറ്റ് അങ്ങനെ എഴുതാം അല്ലേ. പിന്നെയോ എലിഫൻറ്റ്സ് ഹാവ് വൺ ലോങ് ടെയിൽ എന്ന് എഴുതാം അല്ലേ. പിന്നെ എലിഫൻറ്റ്സ് ഹാവ് ടു സ്മോൾ ഐസ് എന്ന് എഴുതാം. പിന്നെയോ എലിഫൻറ്റ്സ് ഹാവ് ടു ടസ്ക് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ കൂട്ടുകാർ അങ്ങനെ എലിഫൻറ്റ്സിന് എന്തൊക്കെയുണ്ട് എന്ന് വെച്ചിട്ടും സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആനയെ പറ്റി ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലേ. ഇനി നമുക്ക് ആനയുടെ സ്റ്റോറി നെക്സ്റ്റ് വീഡിയോയിൽ തുടങ്ങാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ആനയെക്കുറിച്ച് കഥ പറയാൻ പോകുന്നതിന് മുമ്പ് ആനയെക്കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലേ. അതുപോലെ ആനയെക്കുറിച്ചുള്ള സെൻറ്റൻസുകൾ എഴുതാനും കൂട്ടുകാർ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ആനയുടെ കഥ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.